അന്യനും ഇന്ത്യനും ശങ്കർ ചെയ്തു വെച്ച രണ്ട് ബ്രഹ്മാണ്ഡ സിനിമയാണ് അന്യനും ഇന്ത്യനും. ഈ രണ്ട് സിനിമകൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇന്ത്യൻ ടു വരുമ്പോൾ ഈ പ്രായത്തിൽ എന്നാ ഒരു ഇതാ കൂടുതലായിട്ടും ആൾക്കാർക്ക് അറിയേണ്ടത് എന്ന് അന്യൻ ടു വരുന്ന അത്രത്തോളം ഫാൻ ബേസ് ഉള്ള സാധനമാണ് അന്യൻ. അന്യനാണോ നീ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ? പക്ഷെ ഈ അന്യനും ഇന്ത്യനും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പം പേരിന്റെ കൂടെയുള്ള ഇൻ എന്നുള്ള ആ വേർഡൊന്നും അല്ലാതെ തന്നെ സിനിമയ്ക്കകത്തും കഥയ്ക്കകത്തും കഥാപാത്രങ്ങൾ തമ്മിലും വരെ ഒരുപാട് കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് അന്യ സിനിമയ്ക്കകത്ത് വിക്രമിനെ പിടിക്കാനായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യൻ സിനിമയ്ക്കകത്ത് കമലഹാസന്റെ കേസ് അന്വേഷിക്കാനായിട്ട് ഒരു ഇൻവെസ്റ്റിഗേറ്റർ വരുന്നുണ്ട്. ഇതുപോലെ തന്നെ പല പല സിമിലാരിറ്റീസ് ഈ രണ്ട് സിനിമകൾ തമ്മിലുണ്ട്. ആ സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പൊ സമയം ഒട്ടും കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമാ ഫാക്ട്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ഫസ്റ്റ് വൺ, രണ്ട് സിനിമകളുടെയും മെയിൻ തീം ഒന്ന് തന്നെയായിരുന്നു. 1996 റിലീസായ ഇന്ത്യൻ സിനിമയുടെ പ്രധാന തീം എന്തെന്നാൽ സിനിമയിൽ കറക്ഷനെ കുറിച്ചാണ്. അതായത് നാട്ടിൽ നടക്കുന്ന കൈക്കൂലിക്കെതിരെയുള്ള ഒരു സിനിമയായിട്ടായിരുന്നു ഈ ചിത്രം വന്നത്. അതായത് കൈക്കൂലി മേടിച്ച് ചെയ്യുന്ന തെറ്റുകൾ കാരണം ഉണ്ടാകുന്ന വലിയ വലിയ ആപത്ത്, ഇതിനെ പ്രതിരോധിക്കാനായി ഇന്ത്യൻ താത്ത വരികയും ഇന്ത്യൻ താത്ത അതിനെതിരെ ചെയ്യുന്ന പ്രവർത്തികളുമെല്ലാമായിരുന്നു ഇതിന്റെ മെയിൻ തീം. ഇതേപോലെ തന്നെയായിരുന്നു 2005 ഇറങ്ങിയ അന്യൻ സിനിമയുടെയും പ്രധാന തീം. അന്യൻ സിനിമയുടേതെന്ന് പറഞ്ഞാല് അലക്ഷ്യമായിരുന്നു ഇതിന്റെ പ്രധാന തീം. അലക്ഷ്യത്തോടെ കൂടി ജീവിക്കുന്ന സർവീസിലുള്ളവരും അങ്ങനെയുള്ള യഥാർത്ഥ പൊതുജനങ്ങളും എല്ലാം കാരണം വലിയ വലിയ വിപത്തുകൾ നാടിനുണ്ടാകുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളായി അമ്പിയിലുണ്ടാകുന്ന സൈക്കോട്ടിക് ഡിസോർഡറിലെ ക്യാരക്ടറായ അന്യൻ വരുന്നു. ഈ അന്യൻ ഇതിനെതിരെ പ്രതിരോധിക്കുകയും അങ്ങനെയുള്ളവരെ വകവരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഈ രണ്ട് സിനിമകളുടെ മെയിൻ തീം ഒന്ന് തന്നെ ആയിരുന്നു എന്ന് ശങ്കർ വരച്ചു കാട്ടും. നെക്സ്റ്റ് വൺ, രണ്ട് സിനിമയിലുമുള്ള ഇൻവെസ്റ്റിഗേറ്റർ. ഇന്ത്യൻ സിനിമയിൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് വരുന്നത് നെടുമുടി വേണുവാണ്. മറ്റൊരു വേഷം ധരിച്ച് നെടുമുടി വേണു ഇന്ത്യൻ താത്തയുടെ വീട്ടിൽ ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, എനിക്ക് ഒരു സ്വാതന്ത്ര്യ സമരസേനയുടെ ഒപ്പ് വേണം. ഈ ഒപ്പ് ലഭിച്ചാൽ എനിക്ക് ഒരു പ്രത്യേക പദവി ലഭിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്നൊരു കള്ളം പറഞ്ഞ് ഇന്ത്യൻ താത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇതേപോലെ തന്നെ 2005 ഇറങ്ങിയ അന്യൻ സിനിമയിലും പ്രകാശ് രാജ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് വരുന്നു. ഇദ്ദേഹം സംസ്കൃതം വേർഡ്സിന്റെ അർത്ഥം അറിയാൻ വേണ്ടി അമ്പിയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതിൽ ജയിച്ചാൽ സാംസങ് കളർ TV ഫ്രീയാ കൊടുപ്പാங்க എന്നൊരു കള്ളവും പറയുന്നു. ഈ രണ്ട് സിനിമകളിലും ലോജിക്ക് ഒരുപോലെയാണ് വന്നത്. അതായത് രണ്ട് സിനിമകളിലും ഇൻവെസ്റ്റിഗേറ്റർ ഈ പ്രധാന നായകന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യൻ താത്തയ്ക്ക് മനസ്സിലാവുന്നു ഇതൊരു പോലീസുകാരൻ തന്നെയാണ്. എന്നാൽ അന്യൻ സിനിമയിൽ അമ്പിക്ക് ഇത് മനസ്സിലാവുന്നതേ ഇല്ല. രണ്ടിലും നായകന് കോമൺ ആയിട്ട് അറിയുന്ന കാര്യം, ഇന്ത്യൻ സിനിമയില് നായകൻ മർമ്മവിദ്യ അറിയാവുന്ന ഒരാളാണെന്ന് ഇൻവെസ്റ്റിഗേറ്റർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അന്യൻ സിനിമയിൽ ഇതേപോലെ ഇൻവെസ്റ്റിഗേറ്റർക്ക് മറ്റൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, നായകന് ഗരുഡ പുരാണം അറിയാമെന്ന്. അങ്ങനെ അന്യൻ സിനിമയിൽ ഗരുഡ പുരാണം അറിയുന്ന ഒരാൾ നായകനാവുകയും ഇന്ത്യൻ സിനിമയിൽ മർമ്മവിദ്യ അറിയാവുന്ന ഒരാൾ നായകനാവുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുപേരും ഇങ്ങനെയുള്ള ആളുകളെ അറിയാമെന്ന് ഇൻവെസ്റ്റിഗേറ്റർക്ക് രീതിയിൽ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. കോമൺ റീസൺ, രണ്ട് സിനിമകളിലും നായകന്മാർ ഈ ലെവലിലേക്കാകുന്നതിന് ഒരു പ്രധാന കാരണം ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്റെ മകളായ കസ്തൂരിയുടെ മരണശേഷം ആ മരണത്തിന് കാരണക്കാരാവുന്നത് തമിഴ്നാട്ടിൽ നടക്കുന്ന അനീതിയും കൈക്കൂലിയും കാരണമാണെന്ന് ഇന്ത്യൻ താത്ത മനസ്സിലാവുന്നു. അതിനുശേഷം കൈക്കൂലി നേടുന്നവരെ എല്ലാവരെയും വകവരുത്താൻ ഇന്ത്യൻ താത്ത ശ്രമിക്കുന്നു. അന്യൻ സിനിമയിൽ അലക്ഷ്യമായി ഇരുന്നത് കൊണ്ടാണ് തന്റെ പെങ്ങൾ മരിക്കുന്നത് എന്ന കാര്യം അമ്പിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അമ്പിയുടെ അവബോധ മനസ്സിലുള്ള അന്യൻ എന്ന ക്യാരക്ടർ ഉണ്ടാവുന്നു. നെക്സ്റ്റ് വൺ, ലൈവ് ടെലികാസ്റ്റിംഗും സ്റ്റേഡിയത്തിലെ ആ വരവും. ഇന്ത്യൻ സിനിമയിലെ ഒരു സീനില് ഒരു ഡോക്ടറെ കൊല്ലുന്നതിന് മുന്നേ ഇന്ത്യൻ താത്ത ഈ കാര്യം ലൈവ് ടെലികാസ്റ്റ് ആയിട്ട് ചാനലിലൊക്കെ ഇടുന്നുണ്ട്. എന്നാൽ അന്യൻ അത് ചെയ്യുന്നില്ല. അതിന് പകരം ഒരു ലൈവ് ഷോ തന്നെ
ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്നു. അങ്ങനെ താൻ ആരാണെന്ന് വെളിയിൽ കാണിക്കുന്നു. അതായത് ലൈവ് ഷോ മ്യൂസിക് വിത്ത് ബോഡി മസിൽ. ലൈവ് ടെലികാസ്റ്റിലൂടെ തന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഇന്ത്യൻ താത്തയെ പോലെ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് വന്ന് അന്യന്റെ യഥാർത്ഥ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നുണ്ട്. നെക്സ്റ്റ് വൺ, തെറ്റ് ചെയ്ത് ആരാണെന്ന് പോലും നോക്കാതെ പ്രതികരിക്കുന്നവർ. ഇന്ത്യൻ സിനിമയിൽ സ്വന്തം മകൻ തെറ്റ് ചെയ്യുമ്പോൾ മകനാണെന്ന് പോലും ചിന്തിക്കാതെ മകനെ കൊല്ലാൻ പുറപ്പെടുന്ന ഇന്ത്യൻ താത്തയെ നമുക്ക് കാണാം. ഇതേപോലെ തന്നെ അന്യൻ സിനിമയിൽ ഒരു സീനുണ്ട്. അതായത് താൻ സ്നേഹിക്കുന്ന നന്ദിനി തെറ്റ് ചെയ്തു എന്ന് അറിയുമ്പോൾ അമ്പിയിൽ നിന്ന് മാറി അന്യനിലേക്ക് ആ കഥാപാത്രം മാറുന്നു. അതിനുശേഷം നന്ദിനിയെ കൊല്ലാൻ വരെ തീരുമാനിക്കുന്നുണ്ട്. അതായത് തെറ്റ് ചെയ്തെന്ന് ആരായാലും അവർ എത്ര വലിയ ആളായാലും അതിന് ലോജിക്ക് നോക്കാതെ അവർ ചെയ്ത തെറ്റിനെ മാത്രം ചൂണ്ടിക്കാട്ടി അവർക്കെതിരെ പ്രതികരിക്കാനായി ഈ രണ്ട് കഥാപാത്രങ്ങളും ഇറങ്ങുന്നുണ്ട്. രണ്ട് സിനിമകളിലും മറ്റൊരു കോമൺ പോയിന്റ് വരുന്നുണ്ട്. രണ്ട് സിനിമകളിലും കഥാപാത്രങ്ങൾ കൊല്ലുന്നത് 6 പേരെ വീതമാണ്. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അത് ഏതൊക്കെ ക്യാരക്ടർ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാമോ? രണ്ട് സിനിമയിലും വന്ന സെയിം ബിൽഡിംഗ്. അതായത് രണ്ട് സിനിമകളിലും ടെമ്പിൾ ടവർ ബിൽഡിംഗ് കാണിക്കുന്നുണ്ട്. ഈ ടെമ്പിൾ ടവർ ബിൽഡിംഗ് അന്യൻ സിനിമയിൽ ഒരു പ്രധാന സീനിൽ വരുന്നുണ്ട്. കരാട്ടെ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് അന്യൻ അവരെ അടിക്കുന്ന സീൻ. ഈ ഫൈറ്റ് സീനിൽ കാണിക്കുന്ന അതേ ടെമ്പിൾ ടവർ ബിൽഡിംഗ് ഇന്ത്യൻ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ ഇന്ത്യൻ സിനിമയിൽ ഈ സീൻ എവിടെയാണ് വരുന്നതെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ഇട്ടേക്കണേ. ഇന്ത്യൻ സിനിമയുടെ ക്ലൈമാക്സ് വരെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഇന്ത്യൻ സിനിമയിൽ ഇന്ത്യന് മരണമില്ല, ഇന്ത്യൻ വീണ്ടും വരും എന്നൊരു ഹിന്റ് കൊടുത്ത് അവിടെ ടെയിലെൻഡിലൂടെ സിനിമ അവസാനിപ്പിക്കുന്നു. ഇതേപോലെ തന്നെയാണ് അന്യൻ സിനിമയിൽ സംഭവിക്കുന്നത്. അന്യൻ സിനിമയുടെ അവസാനം എല്ലാവരും അന്യൻ പോയി എന്ന് വിശ്വസിക്കുന്നിടത്ത് അന്യൻ വീണ്ടും വരും എന്നൊരു ടൈറ്റിലോട് കൂടിയാണ് ഈ ചിത്രം അവസാനിപ്പിക്കുന്നത്. അങ്ങനെ രണ്ട് കഥാപാത്രങ്ങൾക്കും ഒരിക്കലും മരണമില്ല എന്ന് നമ്മളെ വീണ്ടും വീണ്ടും കാണിക്കുന്നു. ശങ്കർ നമ്പ്യാൻ ചെയ്ത ഇന്ത്യനും അന്യനും ഈ രണ്ട് സിനിമകൾ തമ്മിലുള്ള ചില സിമിലാരിറ്റീസ് ആണ് ഇന്ന് ഈ വീഡിയോ നമ്മൾ പരിശോധിച്ചത്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.